പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യും. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങനെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലക്ക് രേഖകളില്ല, ചിലക്ക് നഷ്ടപ്പെട്ടു, ചിലക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും ചിലക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യമുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ എൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവിൽ നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ജോഷുവയും പ്രവാസി സമൂഹവും വാഗ്ദാന നാട് പ്രവേശിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അതിമനോഹരമായ ഒരു മുഹൂർത്തമുണ്ട്. അവിടെ വിവരിക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ പശ്ചാത്തലത്തിലെ ഒഴുകുന്ന ഒരു നദി ജോർദാനാണ്.
ജോർദാൻ നദിയുടെ പശ്ചാത്തലത്തിലാണ് വാഗ്ദാന നാട് പ്രവേശിക്കുന്നത്. അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരും. എന്താണെന്നറിയാമോ? ജോർദാൻ നദി എങ്ങനെയാണ്? കൊയ്ത്തുകാലമായതിനാൽ ജോർദാൻ കരകവിഞ്ഞൊഴുകയായിരുന്നു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. അതായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്, അത് കൊയ്ത്തുകാലമാണ്, ജോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. ഈ ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർ വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അത് രസം എന്ന് വെച്ചാൽ ഈ ഒരു പ്രതീകം ഇങ്ങനെ വാട്ടർ മാർക്ക് പോലെ ബൈബിളിൽ ഉടനീളമുണ്ട്. നമ്മൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഈശോ പറഞ്ഞ എന്താണ്? അതും ഈ വിപ്രവാസികൾ വാഗ്ദാനം പ്രാപിക്കുന്ന പോംവഴികളാണ്. എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറുക ആവശ്യമായിരുന്നില്ല? ഈ വചനത്തിൻ്റെ കൂടെ ജോർദാൻ വറ്റിച്ച് കടന്നു പോകുന്ന വാഗ്ദാന നാട്ടിലേക്ക് പോകുന്ന ആ ചരിത്ര മുഹൂർത്തമാണ് നിത്യരക്ഷക ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് സ്വർഗീയ ജെറുസലേമിലേക്ക് പ്രവേശിക്കുക ആവശ്യമായിരുന്നില്ല. അപ്പോൾ സഹനത്തിൻ്റെ ജോർദാൻ കടന്നാണ്. പക്ഷെ സഹനത്തിൻ്റെ ജോർദാൻ കടക്കുമ്പോഴേ ഈ ഏത് കരകവിഞ്ഞൊഴുകുന്ന ജലത്തെയും നിശ്ചലമാക്കുന്ന സംവിധാനം അവർക്കുണ്ടായിരുന്നു. അതെന്താണ്? വാഗ്ദാന പേടകം വഹിച്ച പുരോഹിതന്മാർ ജോർദാൻ കടന്നുപോയ പുരോഹിതന്മാരുടെ തോളിലിരുന്ന വാഗ്ദാന പേടകമാണ്. ഈ പുരോഹിതന്മാരെ കുറിച്ചാണ് പിന്നെ ജോഷുവ എല്ലാം മോസസ് പറഞ്ഞത്. ഇവർ വാഗ്ദാന പേടകം ചുമക്കുന്നവരും ഇവര് വാഗ്ദാന പേടകം സൂക്ഷിക്കുന്നവരുമാണ്. ഇവർ ഡെയിലി ബേജസുകാരല്ലെന്നാണ് മോസസ് പറഞ്ഞത്. അഹ്റോൻ, നിനക്ക് ഇസ്രയേലിൽ അവകാശമില്ല, കർത്താവിനെ ചുമക്കുന്നവന് കർത്താവ് തന്നെയാണ് അവകാശം എന്നൊക്കെ പറയണേ. അതാണ് സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ലബന ഉടമ്പടിയായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അതായത് കർത്താവായിരിക്കും ഇവിടെ അവകാശ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനു മുമ്പ് എന്താ പറയണത്? സഹനത്തിൻ്റെ ജോർദാൻ കടന്നു പോകണം. സഹനത്തിൻ്റെ ജോർദാൻ കടന്നു പോകണത് അത് പറ്റിക്കണത് എങ്ങനെയാണ്? നീ സമുദ്രത്തിലൂടെ നടക്കും, നീ നദിയിലൂടെ നടക്കും, നദി നിന്നെ വിഴുങ്ങത്തില്ല. ഏശയ്യ 43:2. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇത് വരുന്ന വിഷയമേ, നദിയിലൂടെ കടക്കുമ്പോഴേ നദി നിന്നെ മുക്കിക്കളയത്തില്ല. എന്താ കാര്യം? ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയണത്. ഞാനെന്ന് പറയുന്നത് ആരാണ്? വാഗ്ദാന പേടകമായ പഴയ, അതായത് അതാണ് ഞാൻ പറഞ്ഞില്ലേ, ബൈബിളിൻ്റെ ഓരോ താളുകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തിക്കൊണ്ടും ഒരു സഹനത്തിന് നദി കർത്താവിൻ്റെ കൂടെ നടന്ന്, കർത്താവിനെ ചുമന്നുകൊണ്ട് നടന്ന് അത് വറ്റിച്ച് മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടതും ഇതെല്ലാം ഇങ്ങനെ ഇന്റർലോക്ക്ഡാണ്. ലൂക്ക 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അപ്പൊ എൻ്റെ അർത്ഥം, മിശിഹ ഇത് സഹിച്ച് കൊയ്ത്തുകാലമായിരുന്നാൽ യോർദാൻ കരകവിഞ്ഞൊഴുകി. പക്ഷേ വാഗ്ദാന പേടകം വഹിച്ച പുരോഹിതൻ
എൻ്റെ കാലുകൾ നദിയിൽ ചവിട്ടിയപ്പോഴും ജോർദാനും വറ്റി. അവർ അതാ സഹനത്തിലെ നദിയുടെ അക്കരയ്ക്ക് വാഗ്ദാന നാട് പ്രാപിച്ചു എന്നാണ് പറയുന്നത്. പെസഹായുടെ ഒരു നിഴൽ രൂപങ്ങൾ ഇങ്ങനെ മുഴുവൻ, പെസഹ നിഴലില്ലാത്ത വാട്ടർമാർക്കില്ലാത്ത ബൈബിൾ ഒരു പേജ് പോലും കാണത്തില്ല. അതുകൊണ്ടാണ് ഈ അവസാന ഈശോ പറയില്ലേ എല്ലാം പൂർത്തിയായെന്ന്. അത് പറഞ്ഞ് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ബൈബിൾ അറിയാവുന്നതിന് കണ്ണ് നിറയും. കാര്യം എന്തൊക്കെയാണ് പൂർത്തിയായെന്നറിയാമല്ലോ. പഴയ ബൈബിളിൻ്റെ ഓരോ പേജുകളിലും പെസഹായുടെ വാട്ടർമാർക്ക് ജലമുദ്ര കിടപ്പുണ്ട്. എല്ലാം എഴുതപ്പെട്ടിരിക്കണേ എന്തിനാ? എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടിയും അതിൻ്റെ പരിപൂർണ വിജയമാകുന്ന സ്വർഗ്ഗ ജെറുസലേമിലേക്ക് മനുഷ്യരാശിയുടെ കൂടെ പ്രവേശിക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ മർമ്മപ്രധാനത്തെ ഭാഗമാണ് കുരിശുമരണം. ആ കുരിശുമരണത്തിന് 5 മിനിറ്റ് മുമ്പ് ഈശോ പറയും, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. എവരി പേജ് wherever it is stated that Jesus is the Redeemer, it is accomplished. എവിടെയാണ് കർത്താവ് രക്ഷകനാണെന്ന് ഏറ്റു പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ ബിംബങ്ങൾ, അതിൻ്റെ നാടകീയ രൂപങ്ങൾ, അതിൻ്റെ കഥാരൂപങ്ങൾ, അതിൻ്റെ കവിതാ പ്രേരങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ പ്രമേയങ്ങൾ, അതിൻ്റെ ഉപന്യാസങ്ങൾ എല്ലാം ഇതെല്ലാം തന്നെയല്ലേ ബൈബിള്. മിശിഹാ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? രക്ഷ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളോടും കൂടി നമ്മൾ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് പള്ളികളിലെല്ലാം കുരിശിൻ്റെ വഴിയും നഗരി കാണിക്കലും. ഒരു വായനയുടെ അപ്പുറത്ത് അല്ലെങ്കിൽ കുറേ പാട്ടുകളുടെ അപ്പുറത്ത് എന്തുകൊണ്ടാണ് സഭയിൽ നഗരി കാണിക്കലും അതുപോലെ തന്നെ കാല് കഴുകലും അപ്പം അന്ത്യത്താഴ ബലിയും ഇതെല്ലാം ഒരു സിംഗിൾ ഫങ്ഷനാണ്. ഇതെല്ലാം അവസാനിക്കുന്ന ഒറ്റ വാക്കിലാണ്, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. ഇത് മാത്രമല്ല സിംഗിൾ ഫങ്ഷൻ. ബൈബിൾ ഇത് ആരംഭിച്ചത് തൊട്ട് അവസാനം വരെ എല്ലാം ഒരു യൂണിറ്റാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ദൈവകാര്യങ്ങളൊക്കെ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു രഹസ്യം, ദൈവിക രഹസ്യം അനുഭവിച്ച് നിശബ്ദമായി ദൈവത്തെ ധ്യാനിച്ച് ദൈവത്തെ ലയിച്ച് ദൈവത്തിൻ്റെ കൂടെ ഹൃദയത്തെ ആന്തരികമായ ഒരു അഭിഷേക ആനന്ദം അനുഭവിക്കുന്ന രീതിയിൽ വേണം ഇത് കാണിക്കുന്ന നിശബ്ദത കീപ്പ് ചെയ്യാൻ. തീർത്ഥാടനങ്ങൾക്ക് പോകണമല്ല. നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ ഒറ്റ മിനിസ്ട്രി പോലെ ഇതിൻ്റെ വഴികളും ആരാധനാക്രമവും തമ്മിൽ യാതൊരു ബന്ധമില്ല. സഭയുടെ ആരാധനാക്രമം എക്സ്ട്രാ ആയിട്ട് ഇടക്ക് ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ലിറ്റർജി അല്ല, ഒരു പാരൽ ലിറ്റർജിയാണ്. അത് ചെയ്തിട്ട് ഏതാണ്ട് വലിയ ആനക്കാര്യം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇടവകയിലെ ശുശ്രൂഷകളെ, പാസ്കൽ മിനിസ്ട്രി എന്ന് പറയുന്ന ശുശ്രൂഷകളെ നിങ്ങൾ ഒരിക്കലും ചെറുതായിട്ട് കാണുകയോ, ഇതെന്ത് വിശ്വാസത്തിന് മഹാരഹസ്യം അടയാളം അനുഷ്ഠിക്കുമ്പോൾ അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ആത്മാഭിഷേകം പ്രാപിക്കാനുള്ള നിങ്ങളുടെ ദൈവത്തോടുള്ള ആത്മബന്ധമാണ്. അതായത് ഇത് അത്രയും, അതായത് ഇപ്പോഴെന്താ ഈ ഇതിനെന്താ പറയണത്, എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ ജീവിതം ഞാൻ ഉടമ്പടിയായി തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഉടമ്പടിയിൽ മറ്റു പ്രാർത്ഥനാ രീതികളെ പോലെയല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വപ്നമായിട്ടും, ഒരു പ്രാവശ്യം ഇവർ ജോലി പോയില്ലേ, ജോലി പോയിട്ട് ഉടമ്പടി എടുക്കാത്തൊരു കാലം ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഇവനൊരു വെളുപ്പിന് 4 മണിക്കൂർ സ്വപ്നം കണ്ട് കൃപാസന മാതാവ് കരയണേ. അപ്പോൾ ഉടനെ മിഥുൻ അമ്മയുടെ ഉടുപ്പിനെ തൊടാൻ നേരത്ത് മാതാവ് ഇവരെ തള്ളി മാറ്റും, നീ എന്നെ തുടരുമെന്ന് പറയും. അപ്പോൾ അന്ന് മുതൽ എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടിയുടെ ഫലങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ നമുക്ക് ദൈവത്തെ തൊടാൻ പറ്റിയ ആത്മീയ സാഹചര്യമുണ്ട്, തൊടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ ഉടമ്പടിയോട് പാലിക്കുന്നവരും ദൈവത്തിന് നിങ്ങളെ തൊടാൻ പറ്റിയ, ദൈവം അതിനെ അനുവദിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വിശുദ്ധിയും വിശ്വസ്തതയുള്ളവരായിരിക്കണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഉടമ്പടിയോട് വിശ്വസ്തയോടെയും ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇങ്ങനെയല്ല. ഇപ്പം ഇത് മിഥുൻ്റെ കാര്യം, രാധമ്മ, അതായത് എന്താണ് എൻ്റെ ജീവിതമെന്ന് ഇവർ തന്നെത്താൻ പറയാണ്. അമ്മച്ചി തന്നെത്താൻ പറയാണ്, എൻ്റെ ജീവിതം ഇനി അടുത്ത ജന്മത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. എന്നിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ അവരങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ആദ്യം തന്നെ ഇവർ സങ്കടപ്പെട്ടിവിടെ തന്നെ എന്താ, മകൻ മദ്യപാനിയാണ്, ഭാര്യയെ തല്ലുന്നു, കുടുംബത്തിൽ സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ
ആ ആഴ്ച തന്നെ അവൻ്റെ മദ്യപാനം മാറി, അവൻ വിദേശത്ത് ജോലിക്ക് പോയി, അവന് പണമായി. രാധമ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനത്തെ സ്ഥലമാണ്, ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തീർപ്പുണ്ടാകുമെന്ന് ആഴമായ ബോധ്യത്തിലാണ് വർക്ക് ചെയ്യണത്. പിറ്റേ ദിവസത്തിന് ആ ഫയൽ എടുക്കുകയാണ്, ഒപ്പിട്ട് മാറുകയാണ് കാര്യങ്ങളെല്ലാം. നിങ്ങൾക്കറിയാം, അമ്മയ്ക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ. പിന്നെ രാധമ്മക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതെന്നെ സ്ഥലം ആരോടും പറയാതെ എല്ലാ ചൊവ്വാഴ്ച ഇവിടെ വരും, പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അവിടെ വന്നിരുന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കി പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. 9ാമത്തെ ചൊവ്വാഴ്ച പോയപ്പോൾ, 9ാമത്തെ ആരും പറയില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല ഇവിടെ വരാനൊന്നും. അപ്പോഴേ ഇവർ ഒറ്റക്കെടുക്കുന്ന തീരുമാനമാണ്. ചിലർ ദൈവം ഒറ്റക്ക് നയിക്കും. അവർ ഓക്കെ ആണെങ്കിലേ അടുത്ത പടി, അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ക്ലാസ്സിലേക്ക് ദൈവം തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അവർ പറഞ്ഞു, നീ ഒറ്റക്ക് ഇവിടെ വന്നിരിക്ക്, ഉപസിച്ചുകൊണ്ടിരിക്ക്. അങ്ങനെ 9 ചൊവ്വാഴ്ച ഇരുന്ന് 9ാമത്തെ ചൊവ്വാഴ്ച ഇവർക്ക് തൊണ്ടപഴുത്ത തൈറോയിഡാണ് അസുഖം. അത് ഉടമ്പടി വെച്ചോ ഇല്ലയെന്ന് അറിയാൻ പാടില്ല. പക്ഷേ 9ാമത്തെ ചൊവ്വാഴ്ച ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കഴുത്തിങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കണ പോലെ തോന്നും, എന്തോ സാധനം അടന്ന് പോണ പോലെ തോന്നും. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും വർഷം നിന്ന തൈറോയ്ഡ് കാണാനില്ല. അപ്പോഴവർക്ക് പിന്നെ അവിടെ വിശ്വാസം പെരുകിയില്ലേ. അവിടെ വീട്ടിൽ ചേടത്തിയോ ഉണ്ട് ആണെന്നത്. അപ്പോൾ അവർക്ക് നടക്കാൻ പാടില്ല. അവർ കുണ്ടളം കാഴ്ച തുടങ്ങുന്ന പോലെ അവരുടെ വെരിക്കോസ് ഇങ്ങനെ കറുത്ത് ഇങ്ങനെ കഷ്ണം പോലെ തൂങ്ങുകയാണ്, ഭയങ്കര വേദന. അപ്പോൾ ഇവരെന്നാ ചെയ്യണത്? ഇവർക്ക് തന്നെ പ്രേക്ഷിത ശക്തി കിട്ടി. നിങ്ങളുടെ പേഴ്സണൽ എംപവറിങ്ങിന് വേണ്ടിയാണ് നിങ്ങളുടെ കൂടെ ഈ പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിന് എന്നോട് പറഞ്ഞ ഇവിടെ സാക്ഷ്യം എന്തറിയാവോ, ഈ പത്രം നിങ്ങളെ കൊടുക്കണത് ഇവിടെ പറയണ പോലെ ഞാനും എൻ്റെ അപ്പനും കൊടുക്കണത്. നിങ്ങളിവിടെ പറഞ്ഞത് പള്ളിക്കൊണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയും ഓട്ടോറിക്ഷക്കാർ കൊടുക്കുകയില്ല. ഞങ്ങളങ്ങനെയല്ല ചെയ്യണത്. ഞാനും അപ്പനും കൂടി പത്രം കൊണ്ട് പോകും. അപ്പം പുറകെ ഇരിക്കും, ഞാൻ ബൈക്ക് ഓടിക്കും. എന്നിട്ട് ഞങ്ങൾ ഓരോ വീട്ടിലും പോയിട്ട് ഓരോ അത്ഭുതവും പറയും. അപ്പം ഇതിനപ്പുറം ചെയ്യണം എന്താ, അവർ ബൈക്കൊക്കെ കയറി, മകൻ ബൈക്ക് ഓടിക്കും, അപ്പം പുറകെ ഇരിക്കും. ജോലിയും പോയി, എല്ലാം പോയി, കടത്തിലായി പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ്. പക്ഷേ അവരവരുടെ വിശ്വാസത്തിൻ്റെ വിളക്ക് പിന്നെ എണ്ണ ഒഴിച്ച് കത്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഓരോ വീട്ടിൽ ചെന്നുവെച്ചും അവരോട് പറയും, ഇന്നലെ കൃപാസനത്തിൽ ഇന്ന അത്ഭുതം നടന്ന്. എന്നിട്ട് ഇവൻ അതിൻ്റെ സ്റ്റാറ്റസ് എടുത്തിടും. കൃപാസനത്തിൽ നടന്ന് ഏറ്റവും നല്ല അത്ഭുതം നോക്കിയിട്ട് സന്നദ്ധത എടുത്തിട്ട് സ്റ്റാറ്റസ് എടുത്തിടും. അതെല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൽപ്പിച്ച് ദൈവത്തിന് വേണ്ടി അങ്ങോട്ട് ജീവിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെയും അതനുസരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ കണ്ണുനീര് ഒപ്പിയെടുത്തുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ പോകുന്ന സദ്വാർത്ത നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ മറ്റുള്ളവർ കൈമാറേണ്ടതാണ്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം, പേടിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണത് സംബന്ധിച്ചിടത്തോളം ദൈവവും അവൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ കമ്പനിയിൽ പോയി, വിളിക്കാത്ത കമ്പനി, കിട്ടാത്ത ജോലിക്ക് അവനെ മാത്രം വിളിപ്പിക്കാൻ വേണ്ടി അമ്മ പോയി കാത്തു നിൽക്കാൻ അവിടെ. ദൈവം അതുപോലെ എൻ്റെ അപ്പുറത്തും ചെയ്യുന്ന ആളാണെന്ന് ഈ കുരിശുരൂപം കാണുമ്പോൾ ഏത് കഴുതൊക്കെ മനസ്സിലാവും. കുരിശുരൂപം ഞാൻ എന്താ കുരിശുരൂപം എങ്ങനെ വെച്ചിരിക്കണത്? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആവേശമാണ്. എന്താണ്? ദൈവം നിന്നെ വീണ്ടെടുക്കാൻ, നീ ഒറ്റ ആളാണെങ്കിൽ പോലും നിന്നെ വീണ്ടെടുക്കാൻ ദൈവം ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ അല്ലേ കുരിശുരൂപം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും തുറന്നൊരു വായനാ പുസ്തകമാണ് കുരിശുരൂപം. അതുപോലെ അത് കണ്ട് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ വിഷമമുള്ളവൻ ദൈവത്തിൽ ആശ്രയിക്കണത്. പക്ഷേ അത് ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം. അതാണ് പ്രശ്നം. ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. രാധമ്മ എന്താ ചെയ്യണത്? രാധമ്മ എല്ലാ വീട്ടിലും ഇതുപോലെ പാവപ്പെട്ടവളാണേ, അവളില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി വീടുകളിലൊക്കെ രോഗികളെല്ലാം കൊടുക്കും. എന്നിട്ട് കൃപാസന മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. സങ്കടം വരുന്ന എല്ലാ മനുഷ്യരോടും പരിഹാരമായിട്ട് രാധമ്മ പറയണത് കൃപാസന മാതാവിനെക്കുറിച്ചും അവൾക്കുണ്ടായിരുന്ന അനുഭവമാണ് പറയണത്. അത് പറഞ്ഞ് അവസാനം അങ്ങനെ സുവിശേഷം കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനെ ദൈവം അടയാളം കൊടുക്കും. അടയാളം അത്ഭുതം പറഞ്ഞത് അങ്ങനെയാണ്. അല്ല വെറുതെ കുത്തിയിരുന്ന അടയാളം കൊണ്ട് അത്ഭുതം ഉണ്ടാകത്തില്ല. ലൈക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. റോമ 15:18 എടുത്ത്. റോമ 15:18 വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് പറഞ്ഞ വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. അതാണ് അപ്പോസ്തലിക പ്രഭാഷണം എന്ന് പറയുന്നത്. വേറെ ഒന്നിനെക്കുറിച്ചും പറയത്തില്ല. അതായത് സുവിശേഷ കൈമാറ്റത്തിന് ഒരു മീറ്റർ ഉണ്ട്. എന്താ അതിന്റെ മീറ്റർ? എന്താണ്? ഒന്നിനു വായിച്ചേ. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കുന്നത് അവന് വിശ്വാസം നേടിയെടുക്കണം. അവൻ വചനത്തെ വിശ്വസിക്കണം, വചനത്തെ അനുസരിക്കണം. അനുസരണം നേടിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിജാതി അനുസരണം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം?
വായിച്ചോളൂ. വാക്കാലും പ്രവൃത്തിയാലും. വാക്കും പ്രവൃത്തിയും ഉടമ്പടിയാണത്. അടയാളങ്ങളുടെയും ഉണ്ടാവും, അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെ കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. അപ്പൊ ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ച ഇല്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. ഒരാൾ ഉടമ്പടിയിലാണോ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ വഴി ക്രിസ്തു പ്രവർത്തിക്കണം. എങ്ങനെ ക്രിസ്തു പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാ? ഇപ്പൊ രാജമ്മയുടെ കാര്യം എടുക്കാൻ എന്താണ്? ഈ കുണ്ടളം കാച്ചക്കണ പോലെ വേരിക്കോസ് മൊത്തം കറുത്ത് ഇരിക്കുകയാണ്. രാജ എന്താ പറയണത്? രാജ പോയി ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും കൊണ്ടുവന്നിട്ട് ഈ കാലിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കും. 10-12 കൊല്ലമായ വേരിക്കോസാണേ. കാലെന്നിട്ട് മരവിച്ചിട്ട് കഴച്ചിട്ട് തലയെ വെച്ചിട്ട് കിടന്ന നിലയും പിടിച്ച് കിടന്ന് ഉറങ്ങണ വ്യക്തിയാണ്. വേറെ ആരുമല്ല അവിടെ ചെന്നിരിക്കണത്, ഇവർ മാത്രം. ഈ പാവപ്പെട്ട ചേച്ചി ഈ ഉടമ്പടി തൈല ഉപ്പ് എടുത്തിട്ടുണ്ട് അവരുടെ കാലെ പെട്ടി കൊടുക്കും. വിശ്വപ്രമാണം ചൊല്ലി 3-ാം ദിവസം ഇത് പുതിയ കാല് പോലെ അങ്ങോട്ട് ഇരിക്കും. ആരാണ്? രാധ വഴി ക്രിസ്തു പ്രവർത്തിക്കാൻ, ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവരിലൂടെയും പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവരിലൂടെയും ക്രിസ്തുവിന് അടയാളം നൽകാൻ ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും ക്രിസ്തുവിന് അത്ഭുതങ്ങൾ നൽകാൻ ആഗ്രഹമുണ്ട്. എല്ലാവരെയും ക്രിസ്തുവിൽ മറ്റുള്ള മനുഷ്യരുടെ വിശ്വാസത്തെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. ഈ കുണ്ടളം കാഴ്ച കിടക്കുന്ന സംഭവങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ രാജമ്മയെടുത്ത് വേറെ ഒരു ചെടുത്തി വന്നിട്ടും പറഞ്ഞു, അവർ ജോലിക്ക് പോണ വീട്ടിലെ ചെടുത്തി പറഞ്ഞു, രാജമ്മേ ഒരു സമാധാനമില്ല, ഭയങ്കര പണവും ഭയങ്കര വസ്തുക്കളുള്ള കുടുംബമാണ്. രാജമ്മ പറഞ്ഞ അമ്മ കേൾക്കില്ല. ഞങ്ങൾ 16 കൊല്ലമായിട്ട് ഇവിടുത്തെ ഒരു 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി പാകുടമ്പടി നടക്കാതെ കോടതി കേസ് നടക്കുകയാണ്. 16 കൊല്ലമായിട്ടേ 16 കൊല്ലമായിട്ട് ഈ കുടുംബത്തിൽ 8 കുടുംബമാറ്റം ഉണ്ട്. അവിടെ പാകുടമ്പടിക്ക് 16 കൊല്ലമായിട്ട് കേസുണ്ട്. 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയുള്ള തർക്കത്തിലാണ് കേസ് പോണത്. അപ്പോൾ കോടതിയിലാണ് വിഷയം. അപ്പോൾ ഈ വിഷയം രാധമ്മയോട് പറയും, രാധികയോട് പറയും. ഇവരെന്ത് ചെയ്യും? ഇവർ നേരെ പള്ളിയിൽ പോയിരിക്കും. എന്ന് പറയും, ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാനത് അമ്മയോട് പറഞ്ഞോളാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞ്, രാധമ്മ എല്ലാ പ്രശ്നവും തീർന്ന്, മജിസ്ട്രേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിന്ന് അളന്നിട്ട് എല്ലാം തിരിച്ചു, പ്രശ്നം തീർന്നു, ഇനി ഞാൻ വീട്ടോട്ട് പോവുകയാണ്, നീ അങ്ങോട്ട് വരാൻ പറയും. പെട്ടെന്നാണ്, എന്താ സ്പീഡാണെന്ന് നോക്കിയേ. 16 കൊല്ലമാണ് 16 സെക്കൻഡ് കൊണ്ട് തീർക്കണത്. ഇതാരാ തീർക്കണത്? ഒരു പാവപ്പെട്ട ലേഡിയെ ദൈവം ഉപയോഗിക്കുകയാണ്. ആര് സത്യമായി വിശ്വസിക്കുന്നുവോ, ആര് ബോധ്യപ്പെട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നുവോ, ആര് ക്രിസ്തുവിനെ കൈമാറാൻ തയ്യാറാകുന്നുവോ അവരിലൂടെ ദൈവം പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോ നിങ്ങളുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കഴിയുമ്പോൾ നിങ്ങൾ എംപവറിങ്ങിലാണ്, പവർ ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ പവർ ചെയ്യുകയാണ്. നിങ്ങൾ കർത്താവിന് കൈമാറുന്ന ആളാണെന്ന് കണ്ടാൽ ഉടനെ ദൈവം നിങ്ങൾക്ക് അടയാളം തരാൻ തുടങ്ങും. അടയാളം, അത്ഭുതങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവുകൾ. അവരാണ് അവസാനം പറയണത്, ദൈവത്തെ കണ്ടുകൊണ്ട് ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കുകയാണ്, ഇനിയും ഞാൻ മരണം വരെ ഉടമ്പടി തന്നെ ജീവിക്കും. എന്താ കാര്യം? ദൈവത്തെ തൊടാൻ പറ്റുന്ന ഒരു വഴികളിലൂടെയാണ് അവർ ജീവിതത്തെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവരെ ഉടമ്പടിയെ നീതീകരിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെ സാധൂകരിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ശക്തരായ വക്താക്കളായി മാറാൻ വേണ്ടി ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ കാലത്തിൻ്റെ വരദാനമായി ദൈവം ഈ തലമുറയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ദൈവാനുഭവ പദ്ധതിയാണ് മരിയൻ പോപ്പുലർ കവനൻറ്റ്. എന്തായാലും മരിയൻ പോപ്പുലർ കവനൻ്റ് എന്ന് വിളിക്കാൻ കാരണം സഭയിലെ ഞങ്ങൾ അഭിഷിക്തർക്കും സമർപ്പിതർക്കുമൊക്കെ അവരെടുത്തിരിക്കുന്ന ഒരു കവനൻ്റുണ്ട്. അത് ലൈഫ് ലോങ് ആയിട്ടുള്ള കവനൻ്റാണ്. ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന, മരണം വരെ നീണ്ടു നിൽക്കുന്ന കവനൻ്റാണ്. പോപ്പുലർ കവനൻ്റ് എന്ന് പറയുന്നത് ജനകീയമായ ഒരു ഉടമ്പടിയാണിത്. കൃപാസനത്തിൽ നടക്കുന്നത് മരിയൻ ആധ്യാത്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയ മരിയൻ ആധ്യാത്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ജനകീയമായ ഉടമ്പടിയാണ്. ജനങ്ങളാണ് ഈ ഉടമ്പടിയുടെ ഗുണഭോക്താക്കൾ, പ്രയോക്താക്കൾ എല്ലാവരും. ഇതൊരു ഉടമ്പടി ഒരു താൽക്കാലികമായ ഒരു ചെറിയൊരു കാലഘട്ടം, 90 ദിവസം, അങ്ങനെ ഒരു ഷോർട്ട് ടൈമാണ് ഉടമ്പടിയുടെ കാലദൈർഘ്യമെന്ന്
നമുക്ക് പൊതുവെ പറയാമെങ്കിലും ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. പൊതുവെ പറയാം ഇത് 90 ദിവസത്തെ വിഷയമാണെന്ന് പറയാമെങ്കിലും നമുക്കറിയാം ഇതിൻ്റെ എല്ലാ കവനൻറ്റുകളും, ഇപ്പം നിങ്ങളുടെ വിവാഹം, ക്രൈസ്തവ വിവാഹം ഒരു കവനൻ്റാണ്. പക്ഷേ ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴോ ഭാര്യ മരിച്ചു കഴിയുമ്പോഴോ ആ കവനൻ്റ് ഡിസോൾവ് ആയി പോകും. ആ കവനൻ്റ് നിലനിൽക്കത്തില്ല. ആരെങ്കിലും ജീവിത പങ്കാളി അവർ തമ്മിലല്ലേ കവനൻ്റ് ഉടമ്പടി. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം വരെ വേർപിരിയാതെ ജീവിക്കാവുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അവർ ചെയ്യുന്ന വാഗ്ദാനമാണ് ഉടമ്പടി. പക്ഷേ അതിൽ ഭർത്താവോ ഭാര്യയോ മരിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി ക്യാൻസലാവും. നമ്മുടെ ഫിസിക്കൽ ക്യാൻസലേഷനാണ്. മനസ്സുകൊണ്ടൊരിക്കലും നമ്മൾക്ക് ജീവിത പങ്കാളി മരിച്ചു പോയാലൊന്നും ആൾക്കാർ അത് മരണം വരെ അംഗീകരിക്കത്തില്ല. അത് മനസ്സിൽ നമുക്കത് മാറുന്നില്ല. പക്ഷേ സ്ഥാപന ജംഗമ ഭൗതികമായ മേഖലകളിൽ അത് റദ്ദാവും. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുകയാണ്, ഭർത്താവ് മരിച്ചു പോയി, ഒപ്പിടുന്ന ആരാണ്? മകന, അല്ലെങ്കിൽ ഒന്ന് ഒപ്പിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒപ്പിടാൻ ആരുമില്ലല്ലോ. അപ്പോൾ ഫിസിക്കൽ എൻറ്റിറ്റി യാഥാർത്ഥ്യം അവിടെ ഇല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ വിവാഹം എന്ന് പറയുന്നത് പോലും ഒരു ടെമ്പറൽ കമ്മിറ്റ്മെൻറ്റാണ്. തണ്ടിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ ആ ഉടമ്പടിക്ക് ആയുസ്സുള്ളൂ. പക്ഷേ മരിയൻ ഉടമ്പടി വരുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങളത് ചെയ്യാൻ. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരാൾ മരിക്കണില്ല, അതാണ് കുഴപ്പം. ആരാ മരിക്കാത്ത? നമ്മളാ. ദൈവം മരിക്കണില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉടമ്പടി ഒരു കാലഘട്ടത്തേക്കാണ് എടുക്കണമെന്ന് നിങ്ങൾ ധരിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ എടുക്കണത് ആൾ ദൈവമായത് കൊണ്ട് തന്നെ ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് അറിയാമോ? ഈ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ ഞാനൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ എപ്പോഴും പോകണത് എവിടെയാണെന്ന് അറിയാമല്ലോ? വേളാങ്കണ്ണിയിലേ പോകത്തുള്ളൂ. അങ്ങനെ എല്ലായിടത്തും പോകത്തില്ല, അമ്മയടുത്താണ് പോകണത് എല്ലായിടത്തും. അപ്പോൾ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ആധ്യാത്മികമായി ഇവിടെ കൃപാസനത്തിൽ വരണത് ആൾക്കാർ ആധ്യാത്മികമായ ലക്ഷ്യത്തോടെയാണ്. വേളാങ്കണ്ണിലൊക്കെ ചിലർ പോകുന്നത് ടൂറിസം ഉദ്ദേശത്തിലാണ്. അംഗവും കാണാൻ, താളിയും പറിക്കാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം, കറങ്ങി അടിക്കാമെന്ന്. അങ്ങനെയൊന്നും കൃപാസനത്തിൽ ആരും വരത്തില്ല. കർക്കവക്കാലം കുറക്കാനേ വരത്തുള്ള ആൾക്കാർ. കൃപാസനം അത്ര കണ്ട് ദൈവത്തിൻ്റെ തനത് കയ്യൊപ്പോടുകൂടി ജനങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും നിലനിർത്തുകയും വളർത്തുകയും അതിജീവിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ തിരക്കിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ഞാൻ ഇട ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോയ ദിവസങ്ങളിലൊക്കെ നിരന്തരമായിട്ട് എൻ്റെ മനസ്സിലും ട്രെയിനിലും വാഹനങ്ങളിലും എല്ലായിടത്തും എൻ്റെ മനസ്സെപ്പോഴും പ്രാർത്ഥന തന്നെയായിരുന്നു. അപ്പോഴൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആൾക്കാരോട് നീ 90 ദിവസം എന്ന് പറയണത് 90 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട്, അതാണ് പ്രശ്നം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മ പറഞ്ഞത് ഈ ആൾക്കാരോട് നീ 90 ദിവസം എന്ന് പറയുന്നുണ്ട്, അതിൽ ഏറ്റവും ലീസ്റ്റായിട്ടുള്ള ആൾക്കാരുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ ആധ്യാത്മികതയിൽ നിലനിൽക്കാൻ കഴിവില്ലാത്ത ബലഹീനമായിട്ട് ആൾക്കാരുണ്ട്. ചില ആൾക്കാർ നല്ല ശക്തന്മാരാണ്. അവർക്ക് 90 അല്ല, ഒരു 90 ആണ്ട് പറഞ്ഞാലും അവരതിനകത്ത് നിലനിൽക്കും. അപ്പോഴവരെ നീ ഷോർട്ടൺ ചെയ്യരുത്. അവർക്ക് നൽകിയിട്ടുള്ള ദൈവിക കൃപ 90 ദിവസത്തേക്ക് നിലനിർത്തരുത്. അവർക്ക് ലെറ്റ് ദം ഡു ഇറ്റ്. അവരാ കൃപയിൽ നിലനിൽക്കട്ടെ എന്നൊരു ആശയമാണ് അമ്മ പറയണത് പുതുതായിട്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ തിരിയുണ്ടാകത്തില്ല, കയ്യിൽ തിരിയുണ്ടാകത്തില്ല, ചില ഉപ്പുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ഉടമ്പടി എങ്ങനെ പോണത്? ഇല്ലേ? നിങ്ങളുടെ തിരി ചിലപ്പോഴേ എരിഞ്ഞ് തീരും, നിങ്ങളുടെ വെഞ്ചരിച്ച ഉപ്പുകൾ ഉപയോഗിച്ച് തീരും. പക്ഷേ നിങ്ങൾ ചെയ്ത ആൾ ജീവിച്ചിരിക്കുന്നു അല്ലേ? അപ്പോഴേ ഉടമ്പടി നിലനിൽക്കുകയാണ് ചെയ്യണത്. അത് ഈ അരൂപിയിലാണ് നിലനിൽക്കുന്നത്, ഇൻ സ്പിരിറ്റാണ് നിലനിൽക്കുന്നത്. നമ്മൾക്ക് ആ ഒരു ഉടമ്പടി ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ലൈഫ് ആൻഡ് കോൺഷ്യസ് ആണ്. ഉടമ്പടി എന്ന് പറയുന്ന ഒരു ജീവിത രീതിയുമാണ്, അതേസമയം തന്നെ ഒരു ബോധം കൂടിയാണ്. ഞാൻ എന്താണ് എല്ലാവരും പറയത്തില്ല, ഞാൻ ഉടമ്പടിയിലാണ് എന്നാണ് ആൾക്കാർ പറയണത്. സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. ആൾക്കാർ മുമ്പത്തെ പോലൊന്നുമല്ല. അതായത് ആൾക്കാർ വളരെ അളന്നും തൂക്കിയുമാണ് ഇപ്പോൾ സാക്ഷിയൊക്കെ പറയണത്. വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഞാൻ ഉടമ്പടിയിലാണെന്നാണ് പറയണത്. ഞാൻ ഉടമ്പടിയിലാണ്. ആരുമായിട്ട്? ദൈവവുമായിട്ട് ഉടമ്പടിയിലാണെന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ജീവിതത്തിൽ ഇനി ഇതിനേക്കാൾ വലിയൊരു ആളുമായിട്ട് നമുക്ക് ഉടമ്പടി ചെയ്യാനില്ല. അതാണ് എൻ്റെ വിഷയം. ദൈവമായിട്ട്. അപ്പോൾ നമ്മളതിൽ ഭയങ്കര ഹാപ്പി ആകണം. നമുക്ക് വലിയ മുതൽ മുടക്ക് ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. എന്താണ്? ബുധനാഴ്ച ഒന്ന് ഉപവസിക്കണം, ആൾക്കാരോടൊക്കെ ഒന്ന് മര്യാദയ്ക്ക് സ്നേഹത്തോടെ സൗമ്യമായിട്ടൊക്കെ ഒന്ന് പെരുമാറണം, മറ്റുള്ളവർക്കൊക്കെ പറ്റുന്ന സഹായമൊക്കെ ചെയ്യണം. സുവിശേഷം
എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം എത്തിക്കണം. അപ്പം അങ്ങനെയുള്ള വളരെ മിനിമം പരിപാടിയേ ഉള്ളൂ. പക്ഷേ സുവിശേഷം എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിത്തിരി പാടുള്ള കാര്യമാണ്. ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് ആകെപ്പാടെ പാടുള്ള കാര്യം സുവിശേഷം എത്തിക്കുന്നതാണ്, ആണ് ഏറ്റവും പാടുള്ള കാര്യം. അതായത് പാടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലെസ്സിങ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ അത് വരാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഒരു കേവലം അനുഗ്രഹം കിട്ടിയത് കൊണ്ട് മാത്രം. ഇപ്പം നിങ്ങളുടെ വീട് വിൽക്കാം, വീട് വാങ്ങിക്കാം, നിങ്ങൾക്ക് സ്ഥലം വിൽക്കാം, സ്ഥലം വാങ്ങിക്കാം, മക്കളെ കല്യാണം കഴിപ്പിക്കാം. 25 കൊല്ലമായ മക്കൾക്ക് വരെ ദമ്പതികൾക്ക് വരെ മക്കളില്ലാത്തവരെ ഉടമ്പടിയിലൂടെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നവർക്ക് മക്കളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയും കിട്ടാം. ആഫ്റ്റർ ഓൾ ഇതിങ്ങനെയൊക്കെ കിട്ടുമ്പോഴും അതെല്ലാം ബ്ലെസ്സിങ്സ് ആണ്. അതുകൊണ്ട് സുവിശേഷ വേലയുടെ അനുഗ്രഹം ബ്ലെസ്സിങ്സ് ആകത്തില്ല. അച്ഛൻ പറഞ്ഞ് മനസ്സിലായി. അതായത് ഏറ്റവും ഇപ്പം നിങ്ങൾക്ക് 25 കൊല്ലമായിട്ടേക്ക് മക്കളില്ല, 25-ാമത്തെ കൊല്ലം മക്കളെ കിട്ടി, 24-ാമത്തെ കൊല്ലം മക്കളെ കിട്ടി, 23-ാമത്തെ കൊല്ലം മക്കളെ കിട്ടി. അങ്ങനെ ഉടമ്പടിയിൽ സമൃദ്ധമായ സാക്ഷ്യങ്ങളാണ്. പക്ഷേ ഇതിനേക്കാൾ വലുതാണ് സുവിശേഷം കൈമാറ്റത്തിൻ്റെ സാക്ഷ്യം. ഒരു ഉടമ്പടിയിൽ ഏറ്റവും വലിയ സാക്ഷ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ജോലി കിട്ടി, അല്ലെങ്കിൽ 11 പ്രാവശ്യം IELTS എഴുതിയിട്ട് ഉടമ്പടി എടുത്തു, 12-ാം പ്രാവശ്യം ജയിച്ചു. അതൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്താണെന്നറിയാവോ? അതായത് എരുമപ്പെട്ടിന്ന് ജോസഫീനയും ചാക്കോയും കൂടി പറഞ്ഞ സാക്ഷ്യമാണ്. തൃശ്ശൂരെ എരുമപ്പെട്ടിന്ന് ജോസഫീനയും ഈ ആഴ്ചത്തെ ഏറ്റവും നല്ല സാക്ഷ്യം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ അലക്സ് അച്ഛനോട് ഞാൻ പറയുമായിരുന്നു, അച്ഛാ ഈ ആൾക്കാർ പറയണ സാക്ഷ്യമൊന്നും സാക്ഷ്യമല്ല. ഞങ്ങൾ ഊണ് കഴിക്കാതിരിക്കുമ്പോഴൊക്കെ പറയണ എല്ലാം ഉടമ്പടിക്കാരുമായിരിക്കും, മറ്റു കാര്യങ്ങൾ അങ്ങനെ കുറച്ചേ പറയാറുള്ളൂ. അപ്പം ഞാൻ അലക്സ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ ആൾക്കാരിപ്പോൾ പറയണ സാക്ഷ്യങ്ങളൊന്നും അതൊക്കെ ഉടമ്പടി സാക്ഷ്യമാണ്, പക്ഷേ പ്രത്യക്ഷീകരണ സാക്ഷ്യമല്ലെന്ന് പറയും. ഉടമ്പടി സാക്ഷ്യമാണ്, പക്ഷേ പ്രത്യക്ഷീകരണ സാക്ഷ്യമല്ല. കാര്യം പലതരം സാക്ഷ്യങ്ങൾ ഇവിടെ നടക്കുന്നത്. ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഉടമ്പടി സാക്ഷ്യത്തെക്കാളും വലിയ സാക്ഷ്യങ്ങളാണ്. എന്താ കാര്യം? ഞാൻ അച്ഛനോട് പറഞ്ഞത്, അമ്മയോട് പറയുന്നുണ്ട് മരിച്ച ആൾ ഉയർത്തി നിൽക്കുമെന്ന് പറയുന്നുണ്ടെന്ന് പറയും. ഞാൻ അങ്ങനെ അച്ഛനോട് പറഞ്ഞത്, മരിച്ചു കിടക്കുന്ന ആൾ ഉയർത്തി പറയണത് അനുസരിക്കുക. നമ്മൾ പറയുന്ന അനുസരിക്കണമെങ്കിൽ ദൈവത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അതിൻ്റെ കീഴ്വഴക്കം, ഉടമ്പടിക്ക് ഒരു കീഴ്വഴക്കം ഉണ്ടല്ലോ. അതെന്താണ്? ആദ്യം നമ്മൾ ദൈവം പറഞ്ഞതുപോലെ ആദ്യം ചെയ്യണം. ഓരോ കാര്യം ചെയ്തിട്ട് ഞാൻ അത് ചെയ്തില്ല, എനിക്ക് ആ അനുഗ്രഹം കിട്ടിയില്ലല്ലോ, ഞാൻ അത് ചെയ്തില്ല, വസ്തു വിറ്റില്ലല്ലോ, ഞാൻ ഇത് ചെയ്തില്ല, എന്നിട്ട് എനിക്ക് മാർക്ക് കൂടിയില്ലല്ലോ, അങ്ങനെ ഓരോ കാര്യത്തിനും ദൈവത്തോട് തർക്കിക്കാൻ പോകരുത്. ഉടമ്പടിയിൽ വളരെ മാനുഷികമായിട്ട് ആ ഉടമ്പടിയെ മനുഷ്യൻ്റെ ചാബല്യങ്ങളോട്, ഒത്തിരി ചാബല്യമുള്ള ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ടേ, അവരാണ് ഈ ഉടമ്പടി പിന്നോട്ട് വലിക്കണതിൻ്റെ കാരണം. ഒത്തിരി ചാബല്യമുള്ള ആൾക്കാർ അവർ ജീവിതം മുഴുവൻ തന്നെ ചാബല്യമാണ്. അത് അവർ ഉടമ്പടി എടുക്കുമ്പോൾ ആ ചാബല്യം ദൈവത്തോടും കാണിക്കും. ഓരോരോ കാര്യം ചെയ്തേച്ചും പറയും, ഞാൻ അത് അങ്ങനെ ചെയ്ത് പത്രം കൊണ്ട് അവിടെ കൊടുത്തു, എന്നിട്ടും എനിക്ക് PR ശരിയായില്ലെന്ന് പറയും. ചാബല്യമാണത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ടാണ് ഇടപെടുന്ന കാരണം ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. അതാണ് അത് വചനത്തിൻ്റെ നിലപാടതാണ്. ചെയ്യാനുള്ള ചെയ്യുക, എന്നിട്ട് മിണ്ടാതിരിക്കുക. ദൈവം അതിൻ്റെ ഇരട്ടി ചെയ്തോളും. നീ ദൈവത്തിൻ്റെ കൂടെ കയ്യെ പിടിച്ചിട്ട് ഈ എന്ന് പറഞ്ഞ പിള്ളേരെ എടുത്തു തുടങ്ങിക്കത്തില്ലേ? ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ അങ്ങനെ ചെയ്യണത്, ദൈവത്തിൻ്റെ കയ്യേക്കാരെ പിടിച്ചിട്ട് ഈ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിക്കുന്ന പോലെ ഞാൻ പത്രം കൊടുത്തു, അതുകൊണ്ട് അതിൻ്റെ അനുഗ്രഹം വെക്ക്. ഞാൻ രോഗിയെ ആശുപത്രിയിൽ കണ്ടു, അതുകൊണ്ട് എൻ്റെ രോഗം ഇത് മാറ്റിത്താ. ഇങ്ങനെ ഓരോ കാര്യത്തിന് ഇങ്ങനെ അങ്ങനെ ചെയ്യരുത്. എന്താ കാരണം? ചെയ്യാനുള്ളതൊക്കെ സന്തോഷത്തോടെ ചെയ്യണം. ആ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ചെയ്യാനുള്ളതും ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്, കടമപദ്ധതി നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതല്ലേ അതാ വിഷയം. ദൈവത്തിന്റെ നിലപാട് കണ്ട ലൂക്ക 17:10. ലൂക്ക 17:10 നോക്കിയേ. ഇതുപോലെ തന്നെ പറഞ്ഞേ, ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം കൽപ്പിക്കപ്പെട്ടവയെല്ലാം പറഞ്ഞേ ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. ദൈവത്തിന്റെ വചനം നിർവഹിക്കണത് എന്താണ്? നമ്മുടെ കടമയാണത്. ഉടമ്പടി എന്താ ചെയ്യണത്? ഇപ്പം ചില കത്തോലിക്കരൊക്കെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു 3 മാസം കഴിയുമ്പോൾ അവർ പറയവേ ഇത് പാടൊന്നുമില്ല, ഇത് ഉടമ്പടി എടുക്കാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന്. അതേ ഉള്ളു, കറക്റ്റാണത്. ഇത് പാടൊന്നുമില്ല ചാ, ഇത് ഉടമ്പടി എടുക്കാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട, രോഗികളെ പോയി കാണണ്ടല്ലേ അല്ലേ? പിന്നെ ഇതിൻ്റെ വരണത് രോഗികളെ പോയി നമ്മൾ കാണുന്നുണ്ട്. മിക്കവാറും അവർ നമ്മുടെ കൊച്ചാപ്പന, ഇളയമ്മ, അമ്മാവന, അങ്കിള ഒക്കെ ഇരിക്കുന്നേ ഉള്ളൂ.
രോഗികളെ നമ്മൾ കാണേണ്ടതാണ്, പക്ഷെ നമ്മൾ കാണാറുണ്ട്. അതെങ്ങനെയാണ്? കേവലമായ മനുഷ്യക്കാഴ്ചയാണ് കാണുന്നത്. എന്താണ് അത്? കാണുന്ന രോഗികൾ മിക്കവാറും നമ്മുടെ പരിചയക്കാരായിരിക്കും, അല്ലെ പാർട്ടിക്കാരായിരിക്കും. പക്ഷെ അപ്പൊ കർത്താവ് ചോദിക്കും, എന്താണ്? 5:46 ചോദിക്കും. ടേക്ക് ദ ബുക്ക് ഓഫ് 5:46. മത്തായി 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ, നിങ്ങളുടെ ബന്ധുക്കളെ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ബന്ധുക്കളെ കാണാൻ ഒരു പ്രതിഫലം ഇല്ലെന്ന്. നിങ്ങളുടെ കൊച്ചാപ്പനെയൊക്കെ കാണാൻ തന്നിട്ടേ ഒരു പ്രതിഫലവും ഇല്ലെന്നാണ് പറയണത്. ആര്? ദൈവം തരുന്നില്ല, അവർ തരുമായിരിക്കും. അവരെന്നിട്ട് വരുമ്പോൾ ചിലപ്പോൾ വസ്തു എഴുതി തരുമായിരിക്കും. നിങ്ങൾക്ക് അതാണല്ലോ വേണ്ടത്. അതല്ല പ്രശ്നം. നിങ്ങൾ ഈ ബന്ധുക്കളൊക്കെ വലിയ ഇങ്ങനെ കുടുങ്ങി ഓടിപ്പോയി കാണുന്നത് എന്താണ്? അതിങ്ങനെ രക്ഷപ്പെട്ട് വന്നാൽ നമുക്ക് വല്ല തടയുമെന്നുള്ളതല്ലേ? അതൊക്കെ ദൈവത്തിന് അറിയാം. അതാണ് അവർ പറയണത്. ഒന്ന് വായിച്ച 5:46 മത്തായി. നിങ്ങളെ സ്നേഹിക്കുന്നവരെ, നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഒരു പ്രതിഫലം ലഭിക്കത്തില്ലെന്നാണ് ഈ പറയണത്. ഈശോ ഇങ്ങനെ നെഗറ്റീവ് പറയാനേ ഇഷ്ടമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ച് നമ്മളെ കുരുക്കി കളയുള്ളൂ. നിങ്ങൾക്ക് ഒരു പട്ടിക്കാട്ടത്തിൻ്റെ വിലയും കിട്ടത്തില്ലെന്നാണ് ഈ പറയണത് പച്ച മലയാളത്തിൽ. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ എന്നുവെച്ചാൽ എന്താ പറയണത്? നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എന്നുവെച്ചാൽ സീറോ ബെനിഫിറ്റ്സ് എന്നാണ് പറയുന്നത്. സീറോ ബെനിഫിറ്റ്സ്. ഈ ബന്ധുക്കളെയും ചുവന്നുകൊണ്ട് നടന്നാൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് സീറോ ബെനിഫിറ്റ്സ് എന്നാണ് പറയണത്, ഒന്നുമില്ല എന്നാണ് പറയണത്. പിന്നെ ചുങ്കക്കാർ പോലും, അതെന്നുവെച്ചാൽ ദൈവത്തോട് യാതൊരു ബന്ധമില്ല നിൽക്കുന്ന ആൾക്കാർ ചുങ്കക്കാർ. എന്താ കാര്യം? റോമക്കാർ. മിക്കവാറും ചുങ്കക്കാർ, ഇസ്രായേലിലെ ചുങ്കക്കാരൊക്കെ റോമക്കാരായിരിക്കും. റോമക്കാരെന്നാ ചെയ്യണം? റോമക്കാരാണ് ഇവിടെ ഭരിക്കണത്. നമ്മളെ ഇംഗ്ലീഷുകാർ ഭരിച്ചില്ലേ? അവർ റോമക്കാരാണ് അന്ന് ഈ യെരുശലേം ഭരിച്ചത്. അപ്പോൾ റോമക്കാരെന്ത് ചെയ്യും? അവിടെ സീസറിന് 10 രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇടനിലക്കാരെല്ലാം കൂട്ടി കുണ്ടാപ്പിരിവും എല്ലാം കൂടി കഴിയുമ്പോൾ 100 രൂപ മേടിക്കും ആൾക്കടയ്ക്ക് നിന്ന്. അവിടെ 10 രൂപയെ കൊടുക്കത്തുള്ളൂ, ബാക്കി 100 രൂപ കുറേ പൈസ ഇവർ അടിച്ചു മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ പുച്ഛമാണ് ചുങ്കക്കാരാ. അപ്പോൾ അവരങ്ങനെ എന്താ വെച്ചാൽ ഇവിടെ ഗുണ്ടകളുണ്ട് കുറേ ആൾക്കാർ. ഇപ്പോൾ 10 രൂപ റോമിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവന്മാർ ആരെ പിടിക്കണം? അതിനകത്ത് ഇടനിലക്കാരുണ്ട് അല്ലേ? അതായത് അവിടെ ജില്ലാ പഞ്ചായത്തിൽ ആളുണ്ട്, ഡിസ്ട്രിക്റ്റിൽ ആളുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗവർണറുണ്ട്. അവർക്കെല്ലാം കിട്ടാവുന്നതെല്ലാം ഓഹരിയിൽ ഇവർ പിരിച്ചു കൊടുക്കണം. അപ്പോൾ ജനങ്ങൾ കൊടുക്കത്തില്ല. ജനങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ എന്തുമാത്രം ഇസ്രായേലിലാണെങ്കിൽ അന്നത്തെ കാലത്താണെങ്കിൽ ഒരു കാലാവസ്ഥ ഇല്ലാത്ത സമയമാണ്. കാലാവസ്ഥ അല്പം തെറ്റിയാൽ പണ്ടൊക്കെ ക്ഷാമം വരത്തില്ലേ? ക്ഷാമം വരണം എന്തുകൊണ്ടാണ്? ചില കാലങ്ങളിൽ മഴ തെറ്റിപ്പെയ്യും. ഇപ്പോൾ ചിലർ പറയണം മാവ് പൂത്തില്ലെന്ന് പറയണം, ചിലർ പറയണം പൂത്തെന്ന് പറയണം. സോഷ്യൽ മീഡിയയിൽ പറയും മാവ് പൂത്തില്ല എന്ന് പറയണത്, പക്ഷേ ഞങ്ങളുടെ മാവ് പൂത്തെന്ന്. അത് നല്ല കാര്യം. നിങ്ങളുടെ മാവേ പൂത്തുള്ളൂ, നാട്ടിലൊന്നും മാവ് പൂത്തിട്ടില്ല. എന്താ കാര്യം? കാലാവസ്ഥ ഭേദം ഉണ്ടായി. അങ്ങനെ പണ്ട് ഇതുപോലെ കാലാവസ്ഥ ഭേദം ഉണ്ടായാൽ ക്ഷാമം ഉണ്ടാവും. ഈ ക്ഷാമത്തിൻ്റെ ഇടയ്ക്കാണ് ഇവർ കൊണ്ടുവന്ന് 100 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? നമുക്ക് തന്നെ തിന്നാൻ കിട്ടണില്ല, പിന്നെ എങ്ങനെ മക്കൾ കൊടുക്കണത്? അപ്പോൾ പിന്നെ കൊടുക്കാതിരിക്കുമ്പോൾ ഗുണ്ടകൾ വന്ന് വീട് തല്ലി പൊളിക്കും. അത് കാരണം അതാണ് ചുങ്കക്കാരുടെ പരിപാടി. അതാ ഇപ്പം ചുങ്കക്കാരെ കാണുമ്പോൾ തന്നെ ഇവന്മാർ ഭയങ്കര ഗുണ്ടകളും ചൂഷകരുമായാണ്. ഇവരെ ജനത്തിന് വെറുപ്പാണ്. ജനത്തിന് വെറുപ്പാണ്. അതുകൊണ്ടാണ് ജനത്തിൻ്റെ വെറുപ്പ് മാറ്റാനാണ് മത്തായി എന്ന ചുങ്കക്കാരനെ കർത്താവ് എടുത്തത്. ദൈവം ആരും വെറുക്കണില്ലെന്നുള്ളതിന് ഏറ്റവും വലിയ സൂചനയാണ്. നമ്മുടെ കയ്യിരിപ്പോൾ എന്ത് മോശമായാലും ദൈവത്തിന് നമ്മളെ വെറുക്കാൻ കഴിയത്തില്ല. അതാണ് ദൈവം ഒരു അമ്മയെക്കാൾ ഇത്തിരി കൂടുതലാണ് ശരിക്കും. ഇപ്പം ചില മക്കളെയൊക്കെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കുമ്പോൾ അമ്മയെ വിളിച്ച് പറയത്തില്ലേ വല്ലതും നിനക്ക് അവസാനമായിട്ട് പറയാനുണ്ട്? മക്കളെക്കുറിച്ച് പത്രക്കാർ ചോദിക്കത്തില്ല. തൂക്കിക്കൊല്ലാൻ പോണ പ്രതിയുടെ അമ്മയോട് ചോദിക്കും, നിങ്ങൾക്ക് മകനെ തൂക്കിക്കൊല്ലുകയാണ് നാളെ, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് പറയുമ്പോൾ ശരി പറയും, അവൻ എൻ്റെ വയറ്റിൽ പിറക്കാതിരുന്നെങ്കിൽ അത്രയും നല്ലതാണെന്ന് പറയും. അത് പത്രക്കാർ പറയും. അവസാനത്തെ വചനം, അവൻ എൻ്റെ വയറ്റിൽ പിറക്കാതിരുന്നെങ്കിൽ. അപ്പോൾ അമ്മയാണെങ്കിലും ശരി, മകൻ തൂക്കുമരത്തെ കയറിയാൽ അവൻ എൻ്റെ വയറ്റിൽ പിറക്കാം. പക്ഷേ ദൈവം അങ്ങനെ പറയത്തില്ല, എൻ്റെ വയറ്റിൽ പിറന്നതാണെന്നേ പറയത്തുള്ളൂ. നമ്മൾ മോശക്കാരായാലും പറയും എൻ്റെ വയറ്റിൽ പിറന്നതാണെന്ന്, ഓൺ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിനാരും അങ്ങനെ. അതാണ് ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോൾ ഈ നമുക്ക് എല്ലാ കോശങ്ങളും, ശരീരത്തിൻ്റെ കോശങ്ങളെല്ലാം എഴുന്നിരുന്നിട്ട് ഹല്ലേലൂയ പറയണത് സത്യമായത് കൊണ്ടാണ്. എന്താ കാര്യം? സ്വന്തം അമ്മ തന്നെ പറയും അവൻ എൻ്റെ വയറ്റിൽ പിറക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന്. പക്ഷേ ദൈവം പറയത്തില്ല, ഞാൻ തന്നെ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നതാണ്, അവനെ അല്പം ദൈവസ്നേഹം കുറഞ്ഞു പോയെന്നേ പറയത്തുള്ളൂ. ബൈബിള് ഈ വിഷയങ്ങൾ പാപത്തെ എല്ലാം കാണുന്നത് പാപം എന്നതിനേക്കാളുപരി ദൈവസ്നേഹം കുറഞ്ഞു പോയെന്നേ പറയത്തുള്ളൂ. അവന് എന്നോട് ഇത്തിരി സ്നേഹം കുറഞ്ഞു പോയി. ദൈവത്തോട് സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യും? അറിയാതെ തന്നെ തിന്മകളിലേക്ക് മനുഷ്യൻ പോകും. ഞങ്ങൾ ഈ ആധ്യാത്മിക ഭിഷഗ്വരന്മാർ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാവോ? ജനങ്ങളെ ഇങ്ങനെ ശപിച്ച് നിങ്ങൾ മോശമാണ്, പാപമാണ്, പാപം കത്തിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പാപത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാറ് പോലും ഇല്ല. ഞാൻ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്, ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കും. ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കും. കുമ്പസാരക്കൂടി ഇരിക്കുമ്പോഴും ഞാൻ പറയും, അങ്ങനെ ഇരുട്ടാണെന്നും പറഞ്ഞുകൊണ്ട് നീ മൊത്തം ഇരുട്ടാണെന്ന് നിൻ്റെ കണ്ണുകൂടി അടച്ച് കളഞ്ഞേണ്ട കാര്യമില്ല.
ചില ആൾക്കാർ ഇരുട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കണ്ണുകൂടി അടച്ചു കളയും. കാര്യം എനിക്ക് ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല അച്ഛാന്ന് പറയും. ഞാൻ പറഞ്ഞു ഇന്ന് രക്ഷപ്പെടാൻ പറ്റും, ഇരുട്ടാണ്. അപ്പം നമ്മൾ വിളക്ക് കത്തിക്കുക, നീ പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യ്, പതുക്കെ 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 ദൈവം തന്നെ അന്നെ കണ്ണ് കാഴ്ച തുറന്നതല്ലേ, ഇരുട്ട് മാറ്റിയതല്ലേ. ദൈവം തന്നെ ചില പാപങ്ങളെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ദൈവം തന്നെ വന്ന് നമ്മുടെ കണ്ണിൽ തുടരണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ അവൻ പറയുന്ന പോലെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഔഷധമാണേ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ദൈവസ്നേഹത്തെ വളർത്തും. നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് വസ്തുസ്നേഹമാണ് ചിലർക്ക് ഉണ്ടാകുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യുന്നില്ലേ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, രോഗികളെ കാണുന്നുണ്ട്, സുവിശേഷ വില ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പലർക്കും വിലക്കും ദൈവസ്നേഹമല്ല ഉണ്ടാകണത്. എന്താ ഉണ്ടാകണത്? വസ്തുസ്നേഹം എന്ന് പറയും, അല്ലെങ്കിൽ വിഷയസ്നേഹം. എന്താണ് കാര്യം? ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നെങ്കിൽ എൻ്റെ കാണാതെ പോയ ഭർത്താവ് തിരിച്ചു വരും, അപ്പോഴും വ്യക്തിസ്നേഹമായില്ലേ അല്ലേ? അല്ലെങ്കിൽ എൻ്റെ പഠിക്കാത്ത മകൻ പഠിക്കാൻ തുടങ്ങും, അപ്പോൾ എന്തായാലും അപ്പോഴും വ്യക്തിസ്നേഹമാണ്. അല്ലെങ്കിൽ എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കെ കൊടുക്കാൻ പോകുന്ന സ്ഥലം മേടിക്കാൻ പറ്റും, അപ്പോൾ വസ്തുസ്നേഹമായില്ലേ? അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വരണത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ലാഗ് ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ ഈ ഉടമ്പടിയുടെ സൂചി ഇരിക്കണത് ദൈവസ്നേഹത്തിലല്ല ഇരിക്കണത്. എവിടെയാണ്? വസ്തുസ്നേഹത്തിലോ വിഷയസ്നേഹത്തിലോ ആണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് താമസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നിയോഗങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിയോഗം അല്ല ഉടമ്പടി ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിലേ ഞാനിവിടെ ഇതില്ലേ എന്തോ, അതായത് നമ്മുടെ ഡെയിലി ബ്രെഡ് അവിടെ സ്റ്റുഡിയോയിൽ നിൽക്കിയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി ബ്രെഡ് സംസാരിക്കുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടിയുടെ വിഷയമല്ല, ഉടമ്പടി തന്നെയാണെന്ന് പറയാൻ പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, കർത്താവ് പറയണം ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടിയുടെ വിഷയമല്ല, ഉടമ്പടി തന്നെയാണ്. അത് എനിക്കൊരു ബോധം ഉണ്ടായി. അപ്പോൾ ഉടമ്പടി ലക്ഷ്യം നമുക്ക് നിയോഗമല്ലേ, രോഗം മാറുക, വീട് വിൽക്കുക, വീട് വാങ്ങിക്കുക, വസ്തു വാങ്ങിക്കുക, മകളെ കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുക, അപ്പോൾ ഒരു വിഷയമല്ലേ നമുക്ക് ഉടമ്പടി ലക്ഷ്യം. പക്ഷേ ദൈവം എന്താ പറഞ്ഞെന്നറിയാമോ? ഉടമ്പടിയുടെ ലക്ഷ്യം വിഷയമല്ല, വ്യക്തികളുമല്ല, പിന്നെ എന്താണ്? ഉടമ്പടി തന്നെയാണ്. എന്ന് പറഞ്ഞ് ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താണ് ഉടമ്പടി? ദൈവവും ഞാനും തമ്മിലുള്ള ഉടമ്പടി ബന്ധമാണ് ഉടമ്പടി. ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധമാണ്. അത് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധമാണോ ഉടമ്പടിയാണോ നിനക്ക് പ്രധാനം, ഉടമ്പടിയുടെ വിഷയമാണോ എന്നറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ദൈവം ചെയ്യാതെ പോകും. അപ്പോൾ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണത്. അപ്പോൾ ഉടമ്പടി ലക്ഷ്യം വിഷയമാണോ വ്യക്തിയാണോ, അല്ല ഉടമ്പടി ലക്ഷ്യം ഉടമ്പടി തന്നെയാണോ, ഉടമ്പടിയുമായിട്ടുള്ള ദൈവത്തോടുള്ള ബന്ധമാണോ എന്ന് നമ്മൾ അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ നടക്കാതെ പോകും. അപ്പം നടക്കാതെ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവേ, നടന്നാലും നടന്നില്ലെങ്കിലും ഉടമ്പടിക്ക് മാറ്റമില്ല. കാര്യം എൻ്റെ ബന്ധം നീയുമായിട്ടാണ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ് കർത്താവേ, ഉടമ്പടി നടന്നാലും നടന്നില്ലെങ്കിലും ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി തന്നെയാണ്. അത് നീയുമായിട്ടുള്ള സ്നേഹവും ബന്ധവുമാണ്. ഉടമ്പടി നടക്കാതിരിക്കുമ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഉടമ്പടിയോടെ മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.